പാമ്പിൻ കാവുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരേ സമയം ഭക്തിയും ഭയവും നിറയ്ക്കുന്ന കാവുകൾ. കാവുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന വൃക്ഷങ്ങളും ചെടികളും തിങ്ങി വളരുന്ന ആരാധനാ സ്ഥലങ്ങളാണ് കാവുകൾ. വിശുദ്ധ വനങ്ങളെന്ന് കാവുകളെ വിശേഷിപ്പിക്കാറുണ്ട്. മിക്ക കാവുകളിലും ദേവതാ പ്രതിഷ്ഠകളും ഉണ്ടാകും. വേട്ടയ്ക്കൊരു മകൻ, ഭദ്രകാളി, അയ്യപ്പൻ, സർപ്പദേവത തുടങ്ങിയവയാണ് പ്രധാന പ്രതിഷ്ഠ. കൽത്തറകളിലോ കല്ലുകൊണ്ടുള്ള പീഠങ്ങളിലോ ആയിരിക്കും ദേവതാസ്ഥാനം. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ കാവ് നിത്യഹരിത വനത്തിന്റെ ചെറുപതിപ്പാണ്. പലതരം ജീവികളുടെ അഭയകേന്ദ്രമായ കാവ് പെയ്യുന്ന മഴയുടെ സംഭരണ കേന്ദ്രം കൂടിയാണ്. കാവു തീണ്ടിയാൽ കുളം വറ്റും എന്ന് പഴമക്കാർക്ക് അറിയാമായിരുന്നു. ആകൃതി, പ്രകൃതി, അധിഷ്ഠാന ദേവതയുടെ സ്വഭാവം തുടങ്ങിയവ മുൻനിർത്തി മുണ്ട്യ, പള്ളിയറ, കളരി, സ്ഥാനം, കോട്ടം, മോലോം എന്നീ പേരുകളും കാവിനുണ്ട്. പ്രാചീന ആരാധനാ രീതികളുടെ കേന്ദ്രസ്ഥാനമാണ് കാവുകൾ. വൃക്ഷക്കൂട്ടവും കല്ലുകളും അടങ്ങിയതാണ് ഗ്രാമീണർ ആരാധിച്ചു വന്ന കാവുകൾ. കാവിലെ വൃക്ഷങ്ങൾ കുലദേവതകളുടെ ഇരിപ്പിടങ്ങളാണ്. മാരിയമ്മ വൃക്ഷദേവതയാണ്. യക്ഷികൾ പാലയിലും കാലിച്ചാൻ കാഞ്ഞിരത്തിലും ഗുളികൻ ചെമ്പകത്തിലും കാളിമാതാവ് ആര്യവേപ്പിലും അധിവസിക്കുന്നു. മരങ്ങൾ മാത്രമല്ല, കാവിലെയും കാവിന്റെ ചുറ്റുപാടിലെയും പക്ഷികളും ജന്തുക്കളും പാമ്പുകളും മനുഷ്യരുടെ ആരാധനാപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ കാവുകളിൽ സസ്യജന്തു വൈവിധ്യവും ജീവിത വലയവും യാതൊരു തടസ്സവുമില്ലാതെ നിലനിന്നിരുന്നു. ഒറ്റമരം കാവല്ല എന്ന ചൊല്ല് ഈ അറിവിൽ നിന്നുണ്ടായതാണ്. ഭൂമിശാസ്ത്ര ഭേദമനുസരിച്ച് കാവുകളെ വടക്കേ മലബാറിലെ തെയ്യക്കാവുകൾ, തെക്കേ മലബാറിലെ വയലോരക്കാവുകൾ, കടലോരക്കാവുകൾ, തെക്കൻ കേരളത്തിലെ കാവുകൾ, വനപ്രദേശങ്ങളിലെ കാവുകൾ എന്നിങ്ങനെ വേർതിരിക്കാറുണ്ട്. മധ്യ കേരളത്തിലെ കാർഷിക കൂട്ടായ്മകൾ ആരാധിക്കുന്ന കാവുകളിലെ ചടങ്ങുകൾ മിക്കതും വിത്തും സമൃദ്ധി സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കാറ്റും മഴയും വെയിലും കൊള്ളുന്ന തുറന്ന കാവുകളിൽ ചെറിയ വൃക്ഷക്കൂട്ടങ്ങൾ മാത്രമേയുള്ളൂ. കുതിരയും കാളയുമേന്തി കുടതുള്ളിച്ച് കൊടി ചുഴറ്റി കാളികെട്ടി പൂതമായി വരുന്ന വേലവരവാണിവിടത്തെ പ്രധാന അനുഷ്ഠാനവും ആഘോഷവും. തറവാട്ടുപറമ്പിലും പൊതുസ്ഥലങ്ങളിലുമുള്ള സർപ്പക്കാവുകൾ ചെറുതെങ്കിലും സസ്യവൈവിധ്യമുള്ളവയാണ്.